അമ്മയിൽ തന്റെ പോരാട്ടം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണം നേരിടുന്ന പവർ ഗ്രൂപ്പിനെതിരെയാണെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. ആ പോരാട്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ആരോപണ വിധേയരായ ആരും അമ്മയുടെ തലപ്പത്ത് വരില്ല. താനുള്ള കാലത്തോളം അത് നടക്കില്ല എന്നും ശ്വേതാ മേനോൻ FB പോസ്റ്റിൽ കുറിച്ചു. BJP ബന്ധമെന്ന ആരോപണവും ശ്വേത നിഷേധിച്ചു. അബ്ദുൾ റഹീം വിവരങ്ങളുമായി ചേരുന്നുണ്ട് നമുക്കിപ്പം. റഹീമെ, അതായത് അമ്മയിൽ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി, അതിന് പിന്നാലെ രാജിവെച്ച് ഇറങ്ങുകയാണ് ഈ ഒരു കമ്മിറ്റി എന്ന വാർത്തകൾ വന്നു. പിന്നീട് അഡ്ഹോക് കമ്മിറ്റി വരുന്നു. അതിനുശേഷം ശ്വേതയുടെ തന്നെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നു, ഞാൻ രാജിവെച്ചിട്ടില്ല എന്ന് പറയുന്നു. അതിന് പിന്നാലെ ശ്വേത ഈ കിട്ടുന്ന സമയങ്ങളിലൊക്കെയും പലരെയും കുത്തി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഇടുന്നുണ്ട്. താൻ ഇപ്പോഴും അമ്മ പ്രസിഡന്റ് തന്നെയാണെന്ന് ഉറപ്പിച്ച് വെക്കുന്നുമുണ്ട് ശ്വേത. അപ്പോൾ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? സേതു, പ്രധാനമായും ഈ അന്നത്തെ ജനറൽ ബോഡി കഴിഞ്ഞതിന് ശേഷം, അതായത് കഴിഞ്ഞ 21-ന് ജനറൽ ബോഡി നടന്നതിന് ശേഷം അവിടെ ചില അസ്വാരസ്യങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയർന്നു വന്നതിന്റെ അടിസ്ഥാനത്തിൽ രാജി പ്രഖ്യാപിച്ചുകൊണ്ടാണ് അന്ന് ശ്വേതാ മേനോൻ ആ ജനറൽ ബോർഡിൽ നിന്ന് പുറത്തേക്ക് പോയത്. എന്നാൽ അതിനുശേഷം പിന്നീട് അഡ്ഹോക് കമ്മിറ്റി വന്നു. എന്നാൽ ആ അഡ്ഹോക് കമ്മിറ്റിക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്വേത തന്നെ രംഗത്ത് വരികയും താൻ തന്നെയാണ് അമ്മയുടെ പ്രസിഡന്റ് എന്ന തരത്തിൽ പിന്നീട് പോസ്റ്റുകളൊക്കെ വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു ഫേസ്ബുക്ക് കുറിപ്പുമായി ശ്വേതാ മേനോൻ രംഗത്ത് വന്നിട്ടുള്ളത്. നിലവിൽ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ ബൈലോ പ്രകാരം ഇപ്പോഴും ശ്വേതാ മേനോൻ തന്നെയാണ് അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നത്. അതിൽ പ്രധാനമായും ഇന്ന് എഴുതിയിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത്, അതായത് തനിക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതായത് ഏതെങ്കിലും തരത്തിൽ തനിക്കെതിരെ വരുന്ന ആരോപണങ്ങളിൽ പ്രതികരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് താൻ എടുത്തിരുന്നത്. പക്ഷേ ചില പവർ ഗ്രൂപ്പ്, പ്രധാനമായും അദ്ദേഹം അതിൽ പറയുന്നത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന ചില പവർ ഗ്രൂപ്പുകളുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ആരോപണങ്ങൾ നേരിട്ട ആ പവർ ഗ്രൂപ്പ് സംഘടനയിൽ തന്നെ ചില ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട് തനിക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. അതുകൊണ്ട് അത്തരം ആളുകൾക്കെതിരെയാണ് തന്റെ ഈ ഒരു പോരാട്ടം, അല്ലെങ്കിൽ താൻ അവർക്കെതിരെയാണ് നിലകൊള്ളുന്നത് എന്നാണ് ശ്വേതാ മേനോൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇവരുടെ ഇരകളെ താൻ ചേർത്ത് പിടിച്ചു. എന്നാൽ ഇരകളെ താൻ ചേർത്ത് പിടിച്ചത് തനിക്ക് വ്യക്തിപരമായ ഏതെങ്കിലും വേണ്ടിയോ അല്ലെങ്കിൽ മീഡിയ അറ്റൻഷൻ കിട്ടുവാനോ വേണ്ടി ആയിരുന്നില്ല, മറിച്ച് അവർക്കൊപ്പം നിൽക്കുക എന്നൊരു നിലപാടിനൊപ്പമായിരുന്നു. കൂടാതെ ഈ BJP ബന്ധം ആരോപിക്കുന്നുണ്ട്. തനിക്ക് ഏതെങ്കിലും ഒരു പാർട്ടിയിൽ താൻ അംഗമാണ്, അല്ലെങ്കിൽ ആ പാർട്ടിയെ താൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് കൂടി ശ്വേതാ മേനോൻ ഈ പോസ്റ്റിൽ ചോദിച്ചു വെക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോപണ വിധേയരായ ആരെയും തന്നെ അമ്മയുടെ തലപ്പത്തേക്ക് വരാൻ താനുള്ളിടത്തോളം കാലം സമ്മതിക്കില്ല എന്നുകൂടി ശ്വേതാ മേനോൻ തന്നെ നിലപാട് കടുപ്പിച്ചു തന്നെ ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അമ്മ സംഘടനയ്ക്കുള്ളിൽ ആ ഒരു പോരാട്ടം ഇപ്പോഴും താൻ തുടരുക തന്നെയാണ് എന്ന് തന്നെയാണ് ശ്വേത ഈ കുറിപ്പിലൂടെ പറഞ്ഞു വെക്കുന്നത്. സേതു, ശരി റഹീമെ, ശരി. അപ്പോൾ ശ്വേതാ മേനോന്റെ പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ റഹീം.